തിരുവനന്തപുരം കോർപ്പറേഷനിലേത് ചരിത്ര വിജയമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമബംഗാളിൽ കാര്യകർത്താ ശിബിരത്തിലാണ് അമിത്ഷാ കേരളത്തിലെ BJP മുന്നേറ്റം ഉയർത്തിക്കാട്ടിയത്. കൂടാതെ ഇനി ബംഗാളിന്റെ അവസരമാണെന്നും പശ്ചിമബംഗാളിലെ അനധികൃത കുടിയേറ്റം രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും നോർത്ത് 24 പർഗാനാസിൽ നടന്ന പരിപാടിയിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. 2024 നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി. 2026 കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചു. തിരുവനന്തപുരം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി അധികാരത്തിൽ വന്നു. മഹാരാഷ്ട്രയിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മമതയുടെ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടു. ഇനി പശ്ചിമ ബംഗാളിലെ അവസരമെന്ന് അമിത്ഷാ വ്യക്തമാക്കി. 26 में केरल में त्रिवेंद्रम कॉरपोरेशन पहली बार BJP जीता और मुंबई कॉरपोरेशन और सारे महाराष्ट्र के म्युनिसिपल कॉरपोरेशन में ये ममता दीदी के इंडी अलायंस का सुपड़ा साफ हो गया. सुपड़ा साफ. बंगाल वालों, अब बारी बंगाल की है. പശ്ചിമ ബംഗാളിൽ സർക്കാർ രൂപീകരിക്കുന്നത് ബംഗാളിനു വേണ്ടി മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്കും അനിവാര്യമാണ്. ബംഗാളിൽ അനധികൃത കുടിയേറ്റം വലിയ പ്രശ്നമായി മാറി. അതിർത്തിവേലി നിർമ്മിക്കാൻ മമതാ സർക്കാർ ഭൂമി നൽകുന്നില്ല. എന്നാൽ BJP അധികാരത്തിൽ വന്നാൽ 45 ദിവസത്തിനകം അതിർത്തിവേലികളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. पश्चिम बंगाल में जिस तरह से घुसपैठ चल रही है, पश्चिम बंगाल से हो रही घुसपैठियों की ये फौज केवल पश्चिम बंगाल नहीं, पूरे देश के लिए सुरक्षा का एक बहुत बड़ा सवाल बना है. मुझे बताओ कार्यकर्ता भाइयों बहनों, घुसपैठियों को रोकना चाहिए या नहीं रोकना चाहिए? अरे जोर से बोलो, रोकना चाहिए या नहीं रोकना चाहिए? അതിർത്തി മേഖലകളിലെ ഭൂമികൾ BSFന് കൈമാറണമെന്ന കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷമുണ്ട്. എന്നാൽ കോടതി വിധിയുണ്ടായാലും മമതാ ബാനർജി ഭൂമി നൽകുമെന്ന് കരുതേണ്ടെന്നും വോട്ട് ബാങ്കാണ് മമത ലക്ഷ്യം വെക്കുന്നതെന്നും നോർത്ത് 24 പർഗാനസിൽ നടന്ന പരിപാടിയിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി.